ഉമാ തോമസ് എമ്മിലേക്കുണ്ടായ അപകടത്തിലും പാഠം പഠിക്കാതെ അധികൃതർ. കൊച്ചിയിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് GCDയുടെ സഹകരണത്തോടെ പുഷ്പമേളയുടെ കെട്ടുറപ്പില്ലാത്ത പ്ലാറ്റ്ഫോം തകർന്ന് വീണ് വീട്ടമ്മയുടെ കൈ ഒടിഞ്ഞ സംഭവമുണ്ടായി. അപകടത്തിന് പിന്നാലെ കോർപ്പറേഷൻ നൽകിയ സ്റ്റോപ്പ് മെമ്മോയ്ക്കും പുല്ലുവില്ല. ഒടുവിൽ 24 വാർത്തയെ തുടർന്ന് പരിപാടി നിർത്തിവെച്ചു. ഉമാ തോമസ് എമ്മിലേക്കുണ്ടായ അതേ അപകടമാണ് ഇന്നലെ മറൈൻ ഡ്രൈവിലും ഉണ്ടായത്. സംഘാടകരുടെ വീഴ്ച മൂലം വീട്ടമ്മയുടെ ഇടതുകൈയിൽ 2 ഒടിവുകൾ. അതാവട്ടെ കൈയുടെ ചലനശേഷി നഷ്ടപ്പെടുത്താൻ ശേഷിയുള്ളത്. എറണാകുളം ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും GCDയുമാണ് പുഷ്പമേളയുടെ സംഘാടകർ. മറൈൻ ഡ്രൈവിൽ കഴിഞ്ഞ ഒരാഴ്ചയായി പരിപാടി നടക്കുന്നു. ഇതിനിടെയാണ് ഇന്നലെ രാത്രി പരിപാടി കാണാനെത്തിയ വീട്ടമ്മയ്ക്ക് അപകടമുണ്ടായത്. കെട്ടുറപ്പില്ലാത്ത പ്ലാറ്റ്ഫോം തകർന്നു വീണ വീട്ടമ്മയുടെ കൈ ഒടിഞ്ഞു. അവിടെ ഒരു പ്ലാറ്റ്ഫോം പോലെ ഇതുണ്ടായിരുന്നു. ഞങ്ങളത് ശരിക്കും പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. നടന്നു പോണ ആ കാർപ്പറ്റിന്റെ മുകളിൽ വെറുതെ ഇട്ടേക്കായിരുന്നു. അതിൽ തട്ടി ബാക്കിലേക്ക് വൈഫ് വീണെന്ന് പറഞ്ഞാൽ ശരിക്കും എടുത്തടിച്ച പോലെ മലന്നങ്ങൾ വീണ് കൈ കുത്തിയിട്ട് കൈയുടെ റിസ്റ്റ് ഭാഗം വട്ടം ഒടിഞ്ഞു പോയി. അപകടത്തിന് പിന്നാലെ കൊച്ചി കോർപ്പറേഷൻ നടത്തിയ പരിശോധനയിൽ അപകടകരമായ സാഹചര്യത്തിലാണ് പരിപാടി നടക്കുന്നതെന്ന് കണ്ടെത്തി സ്റ്റോപ്പ് മെമ്മോയും നൽകി. പക്ഷേ സംഘാടകർക്ക് പുല്ലുവില. സ്റ്റോപ്പ് മെമ്മോ ചവിറ്റുകുട്ടയിൽ. പരിപാടി ഇന്നും സുഗമമായി നടന്നു. കൊച്ചി കോർപ്പറേഷൻ ഇന്ന് രാവിലെയാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ടിക്കറ്റ് കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട്, ആളുകൾ വന്നു പോകുന്നുണ്ട്, അകത്ത് വിപുലമായ രീതിയിൽ പരിപാടിയും നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റോപ്പ് മെമ്മോ കിട്ടിയിട്ടും അതിനെ കൂസാതെ വലിയ തോതിലുള്ള ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ഇപ്പോഴും അകത്തേക്ക് കയറ്റുന്നുമുണ്ട്. 24 വാർത്തയ്ക്ക് പിന്നാലെ ജില്ലാ കളക്ടർ വിഷയത്തിൽ ഇടപെട്ടു. സുരക്ഷയില്ലാതെ പരിപാടി നടത്തുന്നത് അനുവദിക്കില്ലെന്ന നിലപാട് ഉടൻ നിർത്തണമെന്നും കളക്ടറുടെ ഉത്തരവ്. 100 രൂപ ടിക്കറ്റ് നിരക്കിലാണ് പുഷ്പമേളയിൽ സന്ദർശകരെ പ്രവേശിപ്പിച്ചത്. ഇങ്ങനെ ടിക്കറ്റ് നിരക്ക് ഈടാക്കണമെങ്കിൽ നഗരസഭയുടെ PPR ലൈസൻസ് കരസ്ഥമാക്കണം. സംഘാടകരാകട്ടെ ഇതെടുത്തിട്ടുമില്ല. മൂക്കിന് താഴെ നടന്ന നിയമലംഘനം നഗരസഭ അറിഞ്ഞതാവട്ടെ ഒരു അപകടത്തിന് ശേഷവും. കൊച്ചിയിൽ നിന്ന് നിഖിൽ നിലയ്ക്കൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ.